ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിന് കീഴിലുള്ള 6ാം ക്ലാസ്സിലെ മസായിലുൽ ഫിഖ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോർഡിംഗ് മദ്രസയുടെയും കീഴിലുള്ള 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉപകാരപ്പെടുത്താവുന്ന മസായിലുൽ ഫിഖിൻ്റെ ഹാഫ് ഇയർലി എക്സാമിൻ്റെ ഒരു ചോദ്യപേപ്പറാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ എത്ര പാഠങ്ങൾ ഉൾപ്പെട്ട ചോദ്യപേപ്പറാണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 50 മാർക്കിൻ്റെ കോളത്ത് ശരി രേഖപ്പെടുത്താനാണ്. 4-ൽ ഒരു മദ്ഹബ് തക്ലീദ് ചെയ്യൽ എന്താണ്? വാജിബാണ്. 4-ൽ ഒരു മദ്ഹബ് തക്ലീദ് ചെയ്യൽ വാജിബാണ്. അടുത്തത്, മയ്യിത്ത് നിസ്കാരത്തിന് എത്ര തക്ബീറുകളുണ്ട്? മയ്യിത്ത് നിസ്കാരത്തിന് 4 തക്ബീറുകളാണ്. ഇസ്ലാമിക പ്രമാണങ്ങൾ എത്ര? ഇസ്ലാമിക പ്രമാണങ്ങൾ 4 ആണ്. അടുത്തതാ, മുജ്തഹിദുകളുടെ യോഗ്യതകൾ എത്ര? മുജ്തഹിദുകളുടെ യോഗ്യതകൾ 6 ആണ്. മുജ്തഹിദുകളുടെ യോഗ്യതകൾ 6 ആണ്. അടുത്തത്, അല്ലാഹു തആലയുടെ കലാം ഏത്? അല്ലാഹു തആലയുടെ കലാമാണ് ഖുർആൻ. ഖുർആൻ അല്ലാഹു തആലയുടെ കലാമാണ്. പഠിക്കുക. ഇനി പൂരിപ്പിക്കാനാണ്. വ മിൻഹ ഡാഷ് താറത്തൻ നുഹ്റ. എന്തായിരുന്നു? മയ്യിത്തിനെ മറമാടി 3 പിടി മണ്ണ് വാരിയിടുമ്പോൾ ചൊല്ലുന്നത് വ മിൻഹ നുഹ്രിജിക്കും താറത്തൻ നുഹ്റ. അപ്പോൾ നുഹ്രിജിക്കും എന്നവിടെ എഴുതി കൊടുക്കാം. അടുത്തതാ, ഉഹുദ് മലയോളമുള്ള പ്രതിഫലമാണ് എന്ത്? ഉഹുദ് മലയോളമുള്ള പ്രതിഫലമാണ് ഒരു കീറാത്ത്. ഒരു കീറാത്ത്. അടുത്തതാ, ബിസ്മില്ലാഹി ഡാഷ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ്? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മയ്യിത്തിന് കണ്ണുകൾ അടച്ചു കൊടുക്കുമ്പോൾ ചൊല്ലുന്ന ദിക്ർ. അടുത്തെന്താണ്? മദ്ഹബ് സ്വീകരിക്കാത്തവർ ഡാഷ് ആണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? മദ്ഹബുകൾ സ്വീകരിക്കാത്തവർ പിഴച്ചവരും പിഴപ്പിക്കുന്നവരുമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പിഴച്ചവരും പിഴപ്പിക്കുന്നവരുമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അടുത്തതാ, മതപരമായ കാര്യങ്ങളിലുള്ള മുജ്തഹിദുകളുടെ തീർപ്പുകളാണ് മദ്ഹബുകൾ. മദ്ഹബുകൾ. അപ്പം എന്താണ് മദ്ഹബ് എന്ന് വെച്ചാൽ ഇത് എഴുതാൻ കഴിയണം. മതപരമായ കാര്യങ്ങളിലുള്ള മുജ്തഹിദുകളുടെ തീർപ്പുകളാണ് മദ്ഹബുകൾ. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. എന്താണ്? ഇസ്ലാമിക പ്രമാണങ്ങൾ ഏതെല്ലാം? ഏതെല്ലാമാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ? ഇസ്ലാമിക പ്രമാണങ്ങൾ ഖുർആന്, തിരുസുന്നത്ത്, ഇജ്മാ, ഖിയാസ് എന്നിവയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ. ഇസ്ലാമിക പ്രമാണങ്ങൾ 4 എണ്ണമാണ്. 4 പ്രമാണങ്ങളാണുള്ളത്. ഖുർആന്, തിരുസുന്നത്ത്, ഇജ്മാ, ഖിയാസ്. മനസ്സിലാക്കുക. ഇനി നമ്മുടെ മദ്ഹബ് ഏതാണ്? നമ്മുടെ മദ്ഹബ് ഷാഫി മദ്ഹബാണ്. ഷാഫി മദ്ഹബാണ് നമ്മുടെ മദ്ഹബ്. അടുത്തത്, രോഗത്തെ തൊട്ട് ക്ഷമിച്ചാൽ എന്താണ് ലഭിക്കുക? രോഗത്തെ തൊട്ട് ക്ഷമിച്ചാൽ അളവറ്റ പ്രതിഫലമാണ്. അളവറ്റ പ്രതിഫലമാണ്. അടുത്തതാ, ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാനും മാന്യനുമായ വ്യക്തി ആരാണ്? ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാനും മാന്യനുമായ വ്യക്തി മരണത്തെ ഓർക്കുന്നവരാണ്. മരണത്തെ ഓർക്കുന്നവരാണ്. മരണാസന്നമാവരുടെ മുന്നിലും മരണശേഷവും ഓതേണ്ട സൂറത്ത് ഏത്? ഏതാണ്? സൂറത്ത് യാസീന്. മരണാസന്നരുടെ മുന്നിലും മരണശേഷവും ഓതേണ്ട സൂറത്താണ് സൂറത്ത് യാസീന്. അടുത്തത്, 2 കീറാത്ത് പ്രതിഫലം ലഭിക്കുമാർക്ക്. ആർക്കാണ് 2 കീറാത്ത് പ്രതിഫലം ലഭിക്കുക? മയ്യിത്തിനെ അനുഗമിക്കുകയും നിസ്കരിക്കാനും മറവ് ചെയ്യാനും കൂടെ ഉണ്ടാവുകയും ചെയ്താൽ 2 കീറാത്ത് പ്രതിഫലം ലഭിക്കും. മയ്യിത്തിനെ അനുഗമിക്കുകയും നിസ്കരിക്കാനും മറവ് ചെയ്യാനും ഒക്കെ കൂടെ ഉണ്ടാവുന്നവർക്ക് 2 കീറാത്ത് പ്രതിഫലം ലഭിക്കും. മരിച്ചാൽ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? മരിച്ചാൽ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് കണ്ണുകൾ അടച്ചു കൊടുക്കുക. ഒരു ശീല കൊണ്ട് താടിയുടെ താഴ്ഭാഗത്തിലൂടെ മൂർധാവിലേക്ക് കെട്ടിവെച്ചു കൊടുക്കുക. ധരിച്ച വസ്ത്രം മാറ്റി നേരിയ തുണി കൊണ്ട് മയ്യിത്തിനെ പുതപ്പിക്കുക. അവയവങ്ങളെല്ലാം മടക്കി നിവർത്തി മയപ്പെടുത്തുക. മരിച്ചാൽ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുക. അടുത്തെന്താണ്? ഇജ്മാ എന്നാൽ എന്ത്? എന്താണ് ഇജ്മാ? ഒരു വിഷയത്തിൽ ഒരു കാലത്തെ എല്ലാ മുജ്തഹിദുകളുടെയും ഏകോപിച്ച അഭിപ്രായമാണ് ഇജ്മാ. ഒരു വിഷയത്തിൽ ഒരു കാലത്തെ എല്ലാ മുജ്തഹിദുകളുടെയും ഏകോപിച്ച
അഭിപ്രായമാണ് ഇജ്മാ. അതുപോലെ കിയാസ് എന്താണ്, ഖുർആൻ എന്താണ്, തിരുസുന്നത്ത് എന്താണെന്ന് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കുക. അടുത്ത ചോദ്യം എന്താണ്? ഷാഫി മദ്ഹബിലെ പ്രധാന ഗ്രന്ഥങ്ങളിൽ നിന്ന് 3 എഴുതുക. അപ്പോൾ ഇവിടെ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ളൊരു ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഷാഫി മദ്ഹബിലെ പ്രധാന ഗ്രന്ഥങ്ങൾ മിൻഹാജു തോലിബീൻ, ഷർഹ് മുഅദ്ദിബ്, പിന്നെ തുഹ്ഫത്തുൽ മുഹ്താജ്, ഫത്വ മുഈൻ എന്നിവ ഷാഫി മദ്ഹബിലെ പ്രധാന ഗ്രന്ഥങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തത് മയ്യിത്ത് ഖബറിൽ ഇറക്കി വെച്ച ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലി മയ്യിത്തിനെ ഖബറിൽ ഇറക്കി വെച്ചു. മുഖവും നെഞ്ചും കിബിലയിലേക്ക് തിരിച്ച് വലതുവശത്തിൻ്റെ മേൽ ചെരിച്ച് കിടത്തുക. കവിൾത്തടം മറ നീക്കി മണ്ണിലേക്ക് ചേർത്ത് വെക്കുക. ശേഷം മൂടുകല്ല് വെച്ച് മിൻഹാ ഖലഖിനാക്കും വഫീഹാ നുഈദുക്കും വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ നുഹ്റ എന്ന് ചൊല്ലി 3 തവണ മണ്ണ് വാരിയിടണം. പിന്നെ തൽക്കീന്, തസ്ബീത്ത് എന്നിവ ചൊല്ലിക്കൊടുക്കണം. ഇതൊക്കെയാണ് മയ്യിത്ത് ഖബറിൽ വെച്ച ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ. മനസ്സിലാക്കുക. അടുത്ത എന്താണ്? മയ്യിത്ത് നിസ്കാരത്തെ കുറിച്ചിട്ട് 5 വരി കുറയാതെ എഴുതാനാണ്. മയ്യിത്ത് നിസ്കാരം എന്താണ്? മയ്യിത്ത് നിസ്കാരത്തിന് 4 തക്ബീറുകളാണുള്ളത്. മയ്യിത്ത് നിസ്കാരത്തിന് 4 തക്ബീറുകളാണ്. 1-ാം തക്ബീറിന് ശേഷം ഫാത്തിഹയും, 2-ാം തക്ബീറിന് ശേഷം ഇബ്രാഹിമിയ സ്വലാത്തും, 3-ാം തക്ബീറിന് ശേഷം അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅഫിം വഅക്രിം നുസ്ലഹു എന്നുള്ള ദുആവും, പിന്നെ 4-ാം തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു എന്ന ദുആവും ചൊല്ലണം. തുടർന്ന് സലാം വീട്ടണം. ഇതാണ് മയ്യിത്ത് നിസ്കാരത്തിൻ്റെ രൂപം. മനസ്സിലാക്കി എഴുതുക. മസായിൽ ഫിഖിലെ 4 ചാപ്റ്റർ കൂടിയിട്ടുള്ളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുത്താം. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും തെറ്റുകളൊക്കെ പെട്ടുപോകുന്നതുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.